സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. യുഎയിൽ നേഴ്സായി വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യങ്ങളും എന്നോട് ഡൗട്ട് ചോദിക്കുമ്പോൾ അതിന് ആൻസറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ അല്ലാണ്ടൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൺസ് ഞാൻ ഓൾറെഡി അതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൺസ് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒരു ഹോം കെയറിൽ ജോലിക്ക് പോകും. അതായത് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു, നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി, നമ്മൾ സൈൻ ചെയ്തു, നമ്മളൊരു ജോലിക്ക് കയറി. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന്റെ ടൈമിൽ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ 12 hours ഷിഫ്റ്റ് ആണ്, ഇങ്ങനെ വീക്കിലി 48 hours ഡ്യൂട്ടിയാണ്. എല്ലാ യുഎയിൽ എല്ലായിടത്തും ആസ് പെർ ദ യുഎ റൂൾ അനുസരിച്ചിട്ട് 48 hours ഉള്ളൂ പെർ വീക്കിൽ. അങ്ങനെ അതിലും കൂടുതൽ എടുക്കുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ അലവൻസ് അല്ലെങ്കിൽ ഓഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരണം എന്നുള്ളത് മസ്റ്റാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഇത് ജോബ് ഓഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഇന്റർവ്യൂയുടെ സമയത്ത് അല്ലെങ്കിൽ ഓഫർ ലെറ്ററിൽ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് സാലറി കാര്യങ്ങൾ, ഡ്യൂട്ടി അവേഴ്സ്, ഇന്ന ഡ്യൂട്ടിയാണ് ഉള്ളത് എന്നുള്ളതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നു. വൺസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എൻറ്റേർലി ഡിഫറെൻറ്റ്, മേ ബി 1 week നമുക്ക് പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് എൻറ്റേർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി അവേഴ്സും ഡ്യൂട്ടിയും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞ പോലത്തെ സാലറി അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെയുള്ള പേയ്മെന്റ് നമുക്ക് കറക്റ്റ് സ്ഥലത്ത് അവർ പറയുന്നു ഇന്ന ദിവസം സാലറി പേയ്മെന്റ് ചെയ്യുന്നു പറയും, പക്ഷെ ആ സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ 1 മാസം കഴിഞ്ഞാണ് സാലറി കിട്ടുന്നത്. അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ നമുക്ക് ആ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ വൺസ് വിസയും കാര്യങ്ങളും അടിച്ചതിന് ശേഷം? അല്ല നമ്മൾ എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത്? നമുക്ക് വൺസ് ഇപ്പോൾ ആ ഒരു ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ നമ്മൾ വേറെ ട്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു വേറെ ജോലി കിട്ടി എന്ന് വിചാരിക്കുക, ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി. നമ്മൾ എങ്ങനെയാണ് ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? കറന്റ് ഉള്ള ജോലി എങ്ങനെ റിസൈൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ്. അപ്പോൾ അറിയില്ലാത്തവർ ഫുള്ളായിട്ട് ഈ വീഡിയോ ഇരുന്ന് കാണണം. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഐഡിയ കിട്ടും എങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളതും കാര്യങ്ങളെ കുറിച്ചിട്ടിട്ട്. അപ്പോൾ കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ടാണ്, കുറേ പേര് ഇപ്പോഴും അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ജോലി നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് ആ ജോലി എന്ത് ചെയ്യാം, റിസൈൻ ചെയ്ത് പോവാനായിട്ട്. പക്ഷേ റിസൈൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ആസ് പെർ അവരുടെ കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് റെസിഗ്നേഷൻ പീരീഡ് എല്ലായിടത്തും ഒരുപോലെയല്ല. ചില സ്ഥലത്ത് ഇപ്പോൾ 1 month റെസിഗ്നേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 3 months ആയിരിക്കും. മാക്സിമം 3 months വരെ വരാറുള്ളൂ. ആ 3 months അല്ലെങ്കിൽ 1 month ആണോ എന്നുള്ളത് കോൺട്രാക്റ്റിൽ ഉള്ളതുപോലെ നിങ്ങൾ വായിച്ചു നോക്കാം. നിങ്ങൾക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ തരുമ്പോൾ ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ റെസിഗ്നേഷൻ പീരീഡ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സഡൻലി പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും അതിനകത്ത്. അതായത് ചിലതിൽ അവർ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഈ വിത്തൗട്ട് 2 year വിസ കാലാവധി കഴിയാണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ അവർക്ക് പറയുന്ന ചാർജ് കാര്യങ്ങൾ, കോസ്റ്റ് കാര്യങ്ങളെല്ലാം കമ്പനിക്ക് അല്ലെങ്കിൽ അതാത് ഹോസ്പിറ്റലിലേക്ക് അവർക്ക് എടുക്കാനുള്ള ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് വേണം സൈൻ ചെയ്യാൻ. അല്ലാണ്ട് ചുമ്മാ അവർ തരുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടതിലെല്ലാം പോയി സൈൻ ചെയ്തിട്ട് പോയി പെടരുത്. ഇപ്പൊ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ എന്താണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഡ്യൂട്ടി അവേഴ്സ്, കറക്റ്റ് ആയിട്ട് ആ ഡ്യൂട്ടി അവേഴ്സ് അത് ഗവൺമെന്റിന്റെ ഒരു എവിഡൻസ് ആണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് വെച്ച് ലീഗലി മൂവ് ചെയ്യാൻ പോലും നമുക്ക് ആ ഒരു കോൺട്രാക്റ്റിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് പറ്റും. അപ്പൊ നിങ്ങൾ വൺസ് അതിലുള്ളതെല്ലാം ക്ലിയർലി വായിച്ചു നോക്കിയിട്ട് വേണം അത് സൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ 48 hours ഡ്യൂട്ടിയാണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ 48 hours കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലവൻസ് തരും അല്ലെങ്കിൽ ഓവർ ടൈം തരും എന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വൺസ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ മോർ ദാൻ 48 hours ഡ്യൂട്ടി, സാലറി കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ, ആ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ആ ഒരു ഹോം കെയറിലേക്ക് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. ലേബർ കംപ്ലൈന്റ് കൊടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. പക്ഷേ അതിനൊരു എവിഡൻസ് നമുക്ക് വേണം. ഇപ്പൊ നമ്മളിപ്പോ ഡ്യൂട്ടി എടുക്കുന്നുണ്ട് മോർ ദാൻ 48 hours, നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒഫീഷ്യലി അവർക്ക് എന്താക്കാം, മെയിൽ അയക്കാം. വാട്സപ്പ് അങ്ങനത്തെ ചാറ്റിങ്ങും നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലി ഒരു മെയിൽ അയക്കാം. അതായത് HR ഉണ്ടെങ്കിൽ HR അല്ലെങ്കിൽ മാനേജർ എല്ലാവർക്കും CC വെച്ചിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ അതെല്ലാം നടക്കുന്നത്, ഞാൻ മോർ ദാൻ 48 hours എടുക്കുന്നുണ്ട്, എനിക്ക് അലവൻസ് കാര്യങ്ങൾ ഒന്നും കിട്ടുന്നുമില്ല, എനിക്ക് ഇങ്ങനെ തുടർന്ന് പോകാൻ വേണ്ടി പറ്റില്ല
പറ്റില്ല, എനിക്ക് ആസ് പെർ ദ ഇതിൽ മെൻഷൻ ചെയ്ത പോലത്തെ ഡ്യൂട്ടി അവേഴ്സ് തരണം എന്നൊക്കെ പറഞ്ഞ് ക്ലിയർ ആയിട്ടൊരു മെയിൽ അതായത് ഇതിലേക്ക് അയക്കുക. അത് നമുക്ക് എവിഡൻസ് ആണ് അവർക്ക് മെയിൽ അയക്കുന്നത്. അവർ റെസ്പോണ്ട് ചെയ്യേ ഇല്ലേ അതൊക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് പിന്നാലെയുള്ള കാര്യം. നമ്മൾ നമ്മുടെ കാര്യം പക്കായിട്ട് ചെയ്യുക. എന്നിട്ട് അതിനൊരു റെസ്പോണ്ട് വരുന്നുണ്ടോ നോക്കുക. അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അടുത്തത് അവർക്ക് വീണ്ടും ഇതാക്കുക, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തുടർന്ന് പോകാൻ വേണ്ടി പറ്റില്ല, ഞാൻ എന്ത് ചെയ്യാം റെസിഗ്നേഷൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇടുക. അവരതിനും റെസ്പോണ്ട് ചെയ്യത്തില്ല. അവർ കുറെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുമായിരിക്കും. ചിലപ്പോൾ അവരിങ്ങനെ പറയും, നിങ്ങളിപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ളൂ, ഇപ്പോൾ പ്രൊഫഷണൽ പീരീഡിലാണ്, പ്രൊഫഷണൽ പീരീഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താക്കും, നിങ്ങൾ വിസ കോസ്റ്റ് ലൈസൻസിന്റെ കോസ്റ്റ് അല്ലാണ്ടുള്ള പേയ്മെന്റ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ യാതൊരു കാര്യവും പേയ്മെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഒരു സിംഗിൾ ദറംസ് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഭാഗത്താണ് ന്യായം. അവർ ആ പറഞ്ഞ പോലത്തുള്ള ഒരു ജോബ് ഓഫർ പറഞ്ഞ പോലെ അല്ല നടക്കുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും റെസിഗ്നേഷൻ വെക്കാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു ക്യാഷും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കാനുള്ള ഒരു റൈറ്റ്സും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതാത് ഇതിനനുസരിച്ചിട്ട് പോവുക. വൺസ് നമ്മൾ എന്ത് ചെയ്യാം, അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പോണ്ട. നമ്മൾ നമ്മുടെ എന്താക്കുക, ഈ ലീഗലി അങ്ങനെയുള്ളതിൽ തന്നെ പോവുക. എന്നിട്ട് എന്താക്കുക, നമ്മൾ ലേബറിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ലേബറിൽ കംപ്ലൈന്റ് ചെയ്യണ നമ്പർ അറിയണമെങ്കിൽ നമ്പർ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി. ഞാൻ ലേബറിലെ നമ്പർ അയച്ചുതരാം, അത് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ആ ടോൾ ഫ്രീയിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ എങ്ങനെ അടുത്ത മൂവ്മെന്റ് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽസ് വൈസ് പറയും. അപ്പോൾ നമുക്കിപ്പോൾ പ്രൊഫഷണൽ പീരീഡിൽ റെസിഗ്നേഷൻ വെക്കാവോ എന്നുള്ളത് കുറേ പേര് ചോദിച്ചു. നമുക്ക് ഉറപ്പായും പ്രൊഫഷണൽ പീരീഡിൽ റെസിഗ്നേഷൻ വെക്കാൻ വേണ്ടി പറ്റും. വിസ അടിച്ചാൽ വിസ അടിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട 2 ഇയർ വേണ്ട, ഒരിക്കലും വിസ അടിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ലൈസൻസ് ആക്ടിവേറ്റ് ആയാലോ ഇനി അവരത് ക്യാൻസൽ ചെയ്ത് തന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ക്യാൻസൽ ആക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു പേയ്മെന്റ് അടയ്ക്കണോ, അതുകൊണ്ട് ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ എന്താവും, നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, സാലറി പക്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോപ്പറായിട്ട് റെസിഗ്നേഷൻ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലേബറിൽ വിളിച്ചിട്ട് കംപ്ലൈന്റ് റൈസ് ചെയ്യുക. അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ അടയ്ക്കണോ, അല്ല നമ്മൾ അതിന് ലീഗൽ അഡ്വക്കേറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണോ, അങ്ങനെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ നമ്മുടെ എന്താക്കുക, പ്രോപ്പറായിട്ട് ഇന്നതൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് നമ്മൾ കീപ്പ് ചെയ്യുക. ലേബർ കോൺട്രാക്റ്റ്, അതുപോലെ നമ്മുടെ ജോബ് ഓഫർ ലെറ്റർ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെക്കുക, റെസിഗ്നേഷൻ വെക്കുക. ആസ് പെർ ദ റെസിഗ്നേഷൻ പീരീഡിനനുസരിച്ചിട്ട് റെസിഗ്നേഷൻ വെക്കുക. എന്നിട്ട് എന്താക്കുക, നമ്മൾ ലേബറിൽ വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് റൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലേബറിൽ നിന്ന് അവർക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെയിൽ വരും. അങ്ങനെ ആകുമ്പോൾ അവർ നമ്മൾ ചിലപ്പോൾ പ്രഷർ ചെയ്യായിരിക്കും. പിന്നെ അവർക്ക് അത് കറക്റ്റായിട്ട് പ്രോപ്പർ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഫൈനും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് കാര്യങ്ങളെല്ലാം പക്കായിട്ട് ചെയ്തു തന്നോളൂ. അപ്പോൾ നമ്മൾ ആ റെസിഗ്നേഷൻ പീരീഡിൽ എന്ത് ചെയ്യുക, വർക്ക് ഇപ്പോൾ 1 മന്ത് ആണെങ്കിൽ 1 മന്ത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ വർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇറങ്ങിയതിന് ശേഷം അവർ വിസ ക്യാൻസൽ ചെയ്ത് തന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് തന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്ത റെസിഗ്നേഷൻ പീരീഡിലെ സാലറി തന്നിട്ടില്ല, ഇതിനൊക്കെ ഓൾറെഡി നമ്മൾ കംപ്ലൈൻറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് പോയിക്കോളും. അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ഡീൽ ചെയ്തിട്ട് നമുക്കതെല്ലാം ആക്കിത്തരും. അപ്പോൾ നമുക്കെല്ലാം തന്നെ ആസ് പെർ ദ ഇതിനനുസരിച്ചിട്ടുള്ളത് സാലറി കാര്യങ്ങൾ ലൈസൻസ് ക്യാൻസലേഷൻ എല്ലാം തന്നെ കിട്ടും. പക്ഷെ വൺസ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഹോസ്പിറ്റലോ ക്ലിനിക്കോ അവർ ചെയ്തു തരും നമുക്ക്. പക്ഷേ നമ്മൾ പിന്നെ എന്ത് അതിന് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പോയിട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അതിന് അതായത് ഇപ്പോൾ വിസ ക്യാൻസലേഷൻ അവർ ചെയ്യും, പക്ഷെ നമ്മൾ വൺസ് അവർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പോയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ലൈസൻസും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വൺസ് അവർ ക്യാൻസൽ ചെയ്ത് തന്നില്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അവർക്കപ്പോൾ ഓൾറെഡി ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവർ ഓൾറെഡി പേടിച്ചിട്ട് തന്നെ അവർ എന്ത് ചെയ്യും, ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണെന്നുള്ളതിൻ്റെ എവിഡൻസ് കാര്യം നമ്മളടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതെല്ലാം ഗവൺമെന്റിലേക്ക് ലേബർ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അവരത് അയച്ചു തരാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ അതൊക്കെ അയച്ചു കൊടുത്താൽ തന്നെ അവർക്ക് ഫൈനും കാര്യങ്ങളും കിട്ടും. അവർ ചെയ്തു തരും, നമുക്ക് എല്ലാ കാര്യവും തന്നെ ചെയ്തു തരും. വൺസ് ചെയ്ത് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് തന്നെ ഓണായിട്ട് വിസ, അതുപോലെ തന്നെ ലേബർ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് നമുക്ക് ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വലിയ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു വിസ ക്യാൻസലേഷൻ 75 ഉള്ളൂ. അറ്റ് എ ടൈമിൽ ലേബർ കാർഡും എല്ലാം ഇതാവും. പിന്നെ ഇത് ലൈസൻസ് ക്യാൻസൽ ആക്കാൻ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മതി, ഇങ്ങനെയാണ് ഇഷ്യൂ, ഓൾറെഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവരൊരു 15 ഡേയ്സ് വെയിറ്റ് ചെയ്യും. എന്നിട്ടും ചെയ്തു തന്നില്ലെങ്കിൽ അവർ ഗവൺമെന്റ് തന്നെ DHA തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ക്യാൻസൽ ആക്കാൻ വേണ്ടി പറ്റും. DHA ഓർ MOH ഓർ DOH അവിടെ നമുക്ക് എന്താക്കാൻ പറ്റും, അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്ത് തരും.
അപ്പോൾ ഇതാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ഒരു ലീഗൽ ഇഷ്യൂസോ അങ്ങനെ കൊടുത്തു എന്ന് ഓർത്തിട്ട് നമ്മുടെ പേരിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ സ്റ്റിൽ അങ്ങനെ നിൽക്കൊന്നുമില്ല. നമുക്ക് എന്താക്കാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റെസിഗ്നേഷൻ ചെയ്യാനായിട്ട് 100% റൈറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പോയി പെട്ടിട്ട്, നമുക്കിപ്പോൾ ഹോം കെയർ ഒക്കെ എല്ലാവർക്കും തന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. ഹോം കെയറിൽ പോയിട്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാണ്ടുള്ള ഒരു പറഞ്ഞ പോലത്തെ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻസ് ഒക്കെ വലിയ ട്രക്യോസ്റ്റമിയും വെന്റിലേറ്ററിലൊക്കെ പേഷ്യൻസ് ആകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇടുന്നു, അല്ലെങ്കിൽ 24 hours ഡ്യൂട്ടി, അല്ലെങ്കിൽ ഓഫ് ഇല്ലാത്ത ഡ്യൂട്ടി, അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പലരും ഫേസ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഞാനടക്കം പ്രീവിയസ്ലി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച് വിളിച്ച് എങ്ങനെ ഇതൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് ലേബറിൽ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പിടിച്ചിട്ടാണ് കംപ്ലൈൻറ്റ് റേസ് ചെയ്തു. അതിന് എനിക്കൊരു സൊല്യൂഷനും കിട്ടി. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് അതിന്ന് റെസിഗ്നേഷൻ എനിക്ക് ഇറങ്ങാനും പറ്റി. ഇപ്പോൾ ഞാൻ ഗവൺമെന്റിൽ ഇപ്പോൾ സ്റ്റിൽ ജോലി എടുക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ രീതിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതായിരുന്നു കുറേ പേരുടെ ഡൗട്ട്. നമ്മൾ വൺസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസിഗ്നേഷൻ ചെയ്യാൻ പറ്റുമോ, നമ്മൾക്ക് ക്യാഷ് കൊടുക്കണോ? ഒരിക്കലും ക്യാഷോ കാര്യങ്ങളോ ഒന്നും, ഒരു സിംഗിൾ ദറംസ് പോലും നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ സാലറി ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ തരാതിരിക്കാനുള്ള ഒരു ഇതും ഇല്ല കേട്ടോ. അവർ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവർ നമുക്ക് പ്രോപ്പറായിട്ടുള്ളത് ചെയ്തു തരും. അപ്പം ഇതാണ് ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് ലേബറിൽ എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ അതിൻ്റെ നമ്പർ അറിയാമെങ്കിൽ എന്നെ ഫോളോ ചെയ്തതിന് ശേഷം കമൻറ്റ് ഇട്ടാൽ മതി നമ്പർ എന്നുള്ളത്. ഞാൻ ലേബറിൽ വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.